കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിലെ ജീവനക്കാരി അമീനയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെതിരെ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അമാന ഹോസ്പിറ്റലിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. അമീന ജീവനൊടുക്കിയതിന് പിന്നിൽ ആശുപത്രിയിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനമാണെന്നാണ് ആരോപണം. 2.5 വർഷമായി കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അമീന അമിതമായി ഗുളിക കഴിച്ചാണ് ജീവനൊടുക്കിയത്. മുൻ ജനറൽ മാനേജറായിരുന്ന എൻ അബ്ദുൾ റഹ്മാനെതിരെയും ആശുപത്രി മാനേജ്മെന്റിനെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അമാന ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്തിയത്. ആശുപത്രി മാനേജ്മെന്റ് വലിയ തരത്തിലുള്ള ചൂഷണമാണ്, തൊഴിൽ ചൂഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോ ഇവിടെയുള്ള പലരെടുത്തുകൾ പരിശോധിച്ചാൽ അവർക്ക് എന്തില്ല, നഴ്സുന്ന പേര് തീർച്ചയായിട്ടും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിക്കുക. അവർക്ക് നിശ്ചയിച്ച ശമ്പളം 6000 രൂപയാണ്. 6000 രൂപ അവർക്ക് കൊടുക്കുമ്പോൾ അതിൽ അവരുടെ അക്കോമഡേഷനും ഫുഡും അതിന്റെ കാശ് വെട്ടിക്കുറക്കും. അത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് ഒരു മാസം കിട്ടുന്നത് 1000 രൂപയോ 1500 രൂപയോ ആണ്. 1000 രൂപയോ 1500 രൂപയോ അവരേക്ക് വീട്ടിലേക്ക് കൊടുക്കുന്ന അവരെ കൊണ്ട് അല്ലെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ചെയ്യുന്നത്. 10-20 വയസ്സ് വരുന്ന ഒരു പെൺകുട്ടി മാനേജ്മെന്റിന്റെ ക്രൂരമായ മാനസിക പീഡനത്തിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് വന്നത്. അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും ഹോസ്പിറ്റലിലേക്ക് വെച്ച റാലിയാണ്, മാർച്ചാണ് ഇന്നിവിടെ തടഞ്ഞിട്ടുള്ളത്. ആ മാർച്ച് നമ്മൾ ഹോസ്പിറ്റലകത്തേക്ക് മാർച്ച് നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ മാനേജ്മെന്റിന്റെ ദാർഢ്യമാണ് ഇന്ന് ഈ മാർച്ച് റോഡിൽ വെച്ച് തടയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.